ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച. രാഷ്ട്രീയ പാർട്ടികൾ എതിർകക്ഷിയിലുള്ളവർ ഒതുക്കാൻ പല തന്ത്രങ്ങളും അവർ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണമല്ലോ കേസ് അന്വേഷിക്കേണ്ടത്. അതിനകത്ത് രാഷ്ട്രീയം കലർത്തുക, രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് കുറ്റച്ചാർജ് കൊടുക്കുക, അങ്ങനെയുള്ള ഇതിനകത്ത് വേറെ ആരുടെ അടുത്തും രാഷ്ട്രീയക്കാരെ ഒന്നും കുറ്റപ്പെടുത്തേണ്ടെന്നാണ് ഞാൻ പറയണേ. ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കേസ് തെറ്റായിട്ട് അന്വേഷിച്ചത്? അയാളല്ല കുറ്റച്ചാർജ് കൊടുത്തത്, അയാൾക്ക് ബോധ്യം വന്നപ്പോഴാണ് കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷേ ഒരു കുട്ടി കോടതി വന്ന് അധ്യാപകൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. 4 കുട്ടികളും ആ കഥകൾ തങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണെന്ന്. ഇത്ര പാരമ്പര്യമുള്ള ഒരു അധ്യാപകനെ, നമുക്കിതുപോലെ ധാരാളം അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു അധ്യാപകനായിട്ട് പല സ്കൂളുകളിലും സംഘടനയുടെ കൊടി പിടിച്ച് നടക്കുന്നവരെയൊക്കെ കണ്ടു. പക്ഷേ ഇതങ്ങനല്ല, അതൊരു ഡിവോഷനാണ്. 31 വർഷം സർവീസുള്ള മനുഷ്യന് തീർച്ചയായിട്ടും അവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് തന്നെ പിരിയണമെന്നാണ് ആ ആഗ്രഹം. വളരെ അവർ ആ ചെറിയ ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. കുട്ടികളും അവരുടെ പേരൻസും ആ സ്കൂളും ഒക്കെയാണ് അവർ ആ അധ്യാപകനായിട്ട് ചേർന്ന് അന്ന് മുതൽ റിട്ടയർ ചെയ്ത് അതിന് ശേഷവും പ്രായം ചെന്നാലും ആ സ്കൂളിൽ വന്ന് സന്ദർശിച്ചു പോകുന്ന വളരെ ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ് ആ അധ്യാപകനുള്ളത്. കാരണം ഇതുവരെ ഉണ്ടാക്കിയ ഇമേജ് മുഴുവൻ തകർന്ന് തരിപ്പണമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് തെറ്റായ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് നീങ്ങേണ്ടത്. കാരണം കേസ് ഇപ്പം വിട്ടുകഴിഞ്ഞു, ആ ജഡ്ജ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ആ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന് ആരാണ് കുറ്റച്ചാർജ് കൊടുത്തത് അയാൾക്കെതിരായിട്ട് കേസെടുത്ത് അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതാണ് ചെയ്യേണ്ടത്. അതിനുള്ള വകുപ്പ് കിടപ്പുണ്ട്. 166, 167 IPC വകുപ്പ് കിടപ്പുണ്ട്. പബ്ലിക് സെർവൻറ്റിനെ അവർ ഇൻകറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഫർണിഷ് ചെയ്യാൻ അങ്ങനെ കുറ്റമാണ്. ഡിസ്ചാർജിങ് ലോ ടു കോസ് ഇഞ്ചുറി ടു സംബഡി, ഇത് വളരെയധികം ഇഞ്ചുറി, മാനസികമായ വളരെ ഇഞ്ചുറി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ കേസ് അന്വേഷിച്ച ആ കുറ്റച്ചാർജ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് അധ്യാപക സംഘടനകൾ ഇനി നീങ്ങേണ്ടത്. കേരളത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ, നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ പിണിയാളുകളായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പുറകെ പൊക്കോളൂ, പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന കസേര, ആ SHO ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ DOSP ആയിട്ടിരിക്കുന്ന കസേര സത്യവും നീതിയും തൊട്ട് മാത്രം വന്നിച്ചിരിക്കേണ്ട കസേരയാണ്. നിങ്ങളെ ആശ്രയിച്ചാണ് ജനങ്ങൾ വരുന്നത്. ഈ പാവപ്പെട്ട ഈ അധ്യാപകനെ കള്ളമായിട്ട് ആ കുട്ടികളെ മിസ്യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ കുട്ടികൾ വന്ന് പലപ്പോഴും പറയും. ഞാൻ പലപ്പോഴും പറയും, കുട്ടികളെ ആദ്യം വിശ്വസിക്കരുത്. കാരണം ചെറുകുട്ടികൾ മറ്റുള്ളവരുടെ പേരണയിൽ വന്ന് കള്ളം പറയാൻ അവർ നിർബന്ധിതരാകും. അവർ കൊച്ചുങ്ങളാണ്, അവർക്ക് ഭയമുണ്ട്, പേടിയുണ്ട്. അത് സ്കൂളിലെ പ്രത്യേകിച്ച് SFIയുടെ നേതാക്കന്മാർ പറയുന്നത് കേട്ട് അതുങ്ങൾക്ക് ജീവിക്കാൻ ഒക്കുള്ളൂ സ്കൂൾ ജീവിതത്തിൽ. ഞാൻ പണ്ട് മുതലേ പറയുന്നുണ്ട്, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെ പരിസ്ഥിതി ആ അവസ്ഥയിൽ നിന്ന് അവരെ പുറത്താക്കണമെന്ന്. കാരണം അത് നിരോധിക്കാൻ ഹൈക്കോടതി 1-2 പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ അതിശക്തമായ രീതിയിൽ ഇന്ന് ക്യാമ്പസ് ചില വിദ്യാർത്ഥി സംഘടനകളുടെ കൈവശം തന്നെ. അത് SFI മാത്രമല്ല, അല്ലാത്ത സംഘടനകൾ അവരുടെ കൈവശമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിരോധിക്കണം. നമുക്ക് നീതി നടപ്പാക്കണമെങ്കിൽ കൊച്ചുകുട്ടികളെ ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന കണ്ടില്ലേ? അതുകൊണ്ട് കാരണം ഇപ്പം പുതിയ ഇപ്പോഴത്തെ 3 നിയമങ്ങൾ നമുക്കറിയാം പാർലമെൻറ്റ് ഇപ്പം പാസ്സാക്കി. IPC, CRPC, എവിഡൻസ് ആക്ട്. അതിനകത്ത് കൃത്യമായിട്ട് ആ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. 10-16 ഡെഫിനിഷൻ പറഞ്ഞു. ഒന്ന്, നമുക്കൊരു സ്കൂളിൻ്റെ, കോളേജിൻ്റെ, എഡ്യൂക്കേഷൻ സ്കൂളിൻ്റെ, കോളേജിൻ്റെ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനം തടയാൻ, ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ പാടില്ല. അത് തടയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് തടയാൻ പാടില്ല. കാരണം ഇനി ആ വേല നടക്കില്ല. ഈ പുതിയ നിയമത്തിനകത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. കാരണം സ്കൂൾ കോളേജുകളിലെ വിദ്യാർത്ഥി സംഘടനകൾ ഇനി അവിടെ യാതൊരു സ്ഥാനവുമില്ല. സ്കൂളിൻ്റെ നടത്തിപ്പിന് ആരാണ് നടത്തുന്നത്? അതിന് വിഘാതമായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന സ്കൂളിൻ്റെ വെളിയിലെ ഈ പുതിയ ഡെഫിനിഷനകത്ത് അത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് IPCയിൽ ആ പുതിയ സെക്ഷനും വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്.